2025 ആദ്യത്തെ ലോഡുമായിട്ട് നമ്മുടെ റീച്ച് ചേട്ടൻ നമ്മുടെ കുതിരാൻ മുറാഫാമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് നമ്മുടെ കറക്റ്റ് ക്രിസ്മസിന്റെ അന്നായിരുന്നു അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു 2 ദിവസം തന്നെ ആ സാധനം 2 ദിവസം അത് ആക്ച്വലി അതെല്ലാം പോയിട്ട് തന്നെ ഇവിടെ അല്ലേ, കുറച്ച് കുട്ടികളല്ലാതെ ബാക്കി. അപ്പം അങ്ങനെ അന്ന് തീർന്നു. അതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാരൻ കയറിപ്പോയി. അങ്ങനെ ജനുവരി എന്നിപ്പം 10-ാം തീയതി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ലോഡ് എത്തി. അപ്പോൾ ഈ കാണുന്ന കുട്ടികൾ എത്ര എണ്ണം ഉണ്ട് ഈ പ്രാവശ്യം ലോഡിനകത്ത്? 52. അപ്പം കണ്ടല്ല, കുട്ടികളെ പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് ഓരോ തവണയും നമുക്ക് ഈ പെരുന്നാൾ അടുത്ത് വരുമ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പോത്തിന്റെ വലിപ്പം കൂട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? ഓരോ തവണ അല്ലേ? അതന്നെ തീർച്ചയായിട്ടും അതാണ് ഓർഡർ കൂടുതൽ ഓർഡർ നമുക്ക് വലുതിനാണ്. ഓക്കെ, ചെറിയ കുട്ടികളൊക്കെ എനിക്ക് വളർത്തി പരിചയമുള്ള ആൾക്കാർക്ക് ഇപ്പൊ ചെറിയ കുട്ടികളൊന്നും വല്ലാതെ താല്പര്യമില്ല. എല്ലാം വലിയ കുട്ടികളെ ചിലർക്ക് വേണ്ടി മാത്രം അവർക്ക് കുറച്ച് സാമ്പത്തികം നോക്കിയിട്ട് പത്തുപണതിൽ മുകളിലും വലിയ പോത്തുകുട്ടികൾ തന്നെ അല്ലേട്ടാ? ഓക്കെ, ബാക്കി എല്ലാം തന്നെ ചെറിയ കുട്ടികൾ. ഈ സൈഡിലെല്ലാം നമ്മൾ വലിയ പോത്തിനെ കേട്ടിട്ടുണ്ട്, അങ്ങോട്ട് ചെറിയ പോത്തിനെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജനുവരിയിൽ നമ്മുടെ ആദ്യത്തെ മുറ പോത്തുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്ഥിരം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, റൂട്ടിലെ ചിലവ്, അതുപോലെ തന്നെ കുട്ടികളുടെ പർച്ചേസിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഹരിയാനയിൽ തന്നെ പുള്ളിക്കാരൻ നേരിട്ട് പോയി എടുക്കുന്ന കുട്ടികളാണ്. അവിടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും നമ്മളുടെ ഈ കുട്ടികളെ കച്ചവടക്കാർ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മൊത്തമായിട്ട് ഒരു ലോഡ് ഇറക്കി കൊടുക്കുക, അവരോട് എന്താണ് ചെയ്യേണ്ടത് പറയാനുള്ളത്? അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിലയ്ക്ക് കച്ചവടക്കാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവിടുത്തെ സാഹചര്യം എന്താണെന്നുള്ളത്, ഇപ്പൊ തന്നെ 20 രൂപ ഒരു കിലോയ്ക്ക് ഇറച്ചിക്ക് കൂടിയിട്ടുണ്ട്. 1 കിലോയ്ക്ക് 10 രൂപ വെച്ചിട്ട് അവിടെ മാറി. ഓ ശരി. പിന്നെ അവിടെ കൂടും തണുപ്പാണ്. ഓ ശരി. നമ്മൾ തന്നെ പെട്ടുപോയി അല്ലേ? കുറച്ചുകൂടി തണുപ്പായി പറ്റില്ല. ശരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ